റിജിൽ മാക്കുറ്റി, എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ വിശ്വസിക്കുവാനുള്ള സമയമാകാത്തത്? ശ്രീ മഞ്ജുഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എക്സാലോജിക്കും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ പണം ഇടപാട്, യാതൊരു സേവനവും നടത്താതെ വന്നിട്ടുള്ള ഈ ഇടപാടിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പോലും അത് അന്വേഷിക്കേണ്ട ഏജൻസികളല്ല അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. അതാണ് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്തരത്തിൽ കാര്യങ്ങൾ ഇവിടെ തീർപ്പാക്കി അല്ലെങ്കിൽ അവരുടെ അന്വേഷണം നടത്തിക്കൊണ്ട് ഇവർ തമ്മിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന ഒരു ഡീലിംഗ്സിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെ ഏൽപ്പിച്ചത്. വളരെ കൃത്യമായ എവിഡൻസ് ഉള്ള ഈ കേസുകൾ അന്വേഷിക്കേണ്ടത് CBI-യോ അതോടൊപ്പം എൻഫോഴ്സ്മെന്റോ ആണ്. അല്ല, അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകത്തിൽ എന്തുകൊണ്ട് ആവശ്യമുയർന്നില്ല? നിങ്ങളുടെ പാർട്ടിയാണല്ലോ കർണാടകത്തിൽ ഭരിക്കുന്നത്, കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. അവിടെയാണല്ലോ എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണല്ലോ ഈ നിയമലംഘനങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മരവിപ്പിക്കൽ അപേക്ഷ പോലും കമ്പനി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണല്ലോ. അതിന് നൽകിയ അപേക്ഷ പോലും കൃത്രിമമാണ്. അങ്ങനെ അപേക്ഷിക്കാൻ യോഗ്യത പോലും എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പോലും ROCയും ബംഗളൂരുവിലാണ്. ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നിട്ട് പോലും അവിടെ കോൺഗ്രസ്സുകാരൊന്നും ഇത് അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമ്മർദ്ദം ചെലുത്താമായിരുന്നുവല്ലോ, ഇങ്ങനെയൊരു അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താമായിരുന്നുവല്ലോ. എന്തുകൊണ്ടുണ്ടായില്ല? അപ്പോൾ നിങ്ങളും കണ്ണടച്ചിരിക്കുകയായിരുന്നോ? അല്ല ശ്രീ മഞ്ജുഷ, ഞങ്ങൾ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ സമ്മർദ്ദത്തിലാക്കി അന്വേഷിക്കണമെന്ന് പറയുന്നില്ല. ഇതിന്റെ യാഥാർത്ഥ്യം ഇന്ന് ബഹുമാനീയ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് BJP കാണിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയപരമായി ഏതെങ്കിലും തങ്ങൾക്ക് അനുകൂലമല്ലാത്തവർക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളിത് വളരെ കൃത്യമായി ബഹുമാനീയ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു CBI-യോ എൻഫോഴ്സ്മെന്റോ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വന്നിരിക്കുന്നു. ഈ പണം കൈമാറിയതിനകത്ത് വളരെ കൃത്യമായി കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഈ ഒരു ഇടപാടും നടത്താതെ, ഒരു സേവനവും നടത്താതെ ഈ കമ്പനിയുമായി പിണറായി വിജയന്റെ മകൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി ആ കമ്പനി മുഖാന്തരം പണം കൈപ്പറ്റി എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഈ രൂപത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും അത് കൃത്യമായി ബോധിക്കാനുള്ള ഒരു അവസരം ഇന്റേണൽ സെറ്റിൽമെന്റ് ബോർഡ് കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ ഇത് വന്നതോടുകൂടി എന്താണ് ഇതിന്റെ വ്യക്തമായത്? വളരെ കൃത്യമായി ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം പുറത്തു വന്നപ്പോൾ അതിന് ആ വിഷയത്തിനകത്ത് കൃത്യമായ രൂപത്തിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ CBI അന്വേഷിക്കുന്ന കേസുകൾ, അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്ന കേസുകൾ, അതോടൊപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന കേസുകൾ BJP ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്? അവർക്ക് അനുകൂലമല്ലാത്ത ആളുകൾക്കെതിരായി അവർ ഏത് രൂപത്തിൽ അന്വേഷണം നടക്കുന്നു? ഇത്രയേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും സ്വർണ്ണക്കള്ളക്കടത്തായാലും അതോടെ ലൈഫ് മിഷൻ ആയാലും ഇപ്പോൾ ഈ വിഷയം ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ സെറ്റിൽ മാസപ്പടി വിവാദം ഉൾപ്പെടെ വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അത്തരമൊരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകാത്തത് എന്നുള്ളത് വലിയ ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഈ കേരളത്തിൽ നിന്ന് അവർക്ക് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പാർലമെന്റ് സീറ്റിനകത്ത് വിജയിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി വോട്ട് വാങ്ങി നടത്താൻ സാധിക്കുമോ എന്നുള്ള വളരെ കൃത്യമായ, അതായത് നിങ്ങൾ ഈ അന്വേഷണത്തിൽ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ 4 മാസമാണല്ലോ ഇപ്പോൾ അന്വേഷണ കാലാവധി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വെച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ED-യെയോ CBI-യെയോ ഈ കേസ് ഏൽപ്പിക്കാം, അതിലൊരു തടസ്സവുമില്ല. ROCയുടെ റിപ്പോർട്ടിൽ പോലും ഇക്കാര്യം ശുപാർശ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശ്രീ